ഡോക്ടർ സമ്പത്ത്, ഇന്നിപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം നമ്മൾ ഈ ചർച്ച നടത്തുന്ന സമയത്ത് സന്നിധാനത്തുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. വളരെ വേഗത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. വിജിലൻസിൻ്റെ അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ കൊടുത്തത് ദേവസ്വം ബോർഡിനും ലഭിച്ചിട്ടുള്ളത് വലിയ ചർച്ചയാകുന്ന ഘട്ടത്തിൽ അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് SIT ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. തങ്ങൾ കണ്ടെത്തിയ കാര്യങ്ങൾ, ഡേറ്റ, എവിഡൻസുകളൊക്കെ വിജിലൻസ് ഈ SITക്ക് നൽകി വരുന്നു എന്നുകൂടിയാണ് ഇപ്പോൾ അറിയുന്നത്. കാര്യങ്ങൾ പുറത്തേക്ക് കൃത്യമായി തന്നെ വരാനുള്ള എല്ലാ അർത്ഥത്തിലുമുള്ള നടപടികൾ ഇപ്പോൾ നടന്നു വരുന്നു. SIT കാര്യങ്ങൾ കൃത്യമായി കൊണ്ടുവരുമെന്നൊരു പ്രതീക്ഷ തന്നെയാണ് പൊതുസമൂഹത്തിനുള്ളത്. ഇത് ഏത് രീതിയിലാണ് സർക്കാർ ഈ കാര്യത്തിൽ കാര്യങ്ങളെ കാണുന്നു എന്ന് ജനങ്ങളോട് പറയാൻ താങ്കൾ ആഗ്രഹിക്കുന്നത്? ഡോക്ടർ ലാൽ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അസന്നിഗ്ധമായ ഒരു കാര്യം പ്രസ്താവിക്കുകയുണ്ടായി. ഇതിൽ ആരൊക്കെ ഉണ്ടെങ്കിലും നിഷ്പക്ഷമായ അന്വേഷണം അത് നടത്തി അതിൽ കുറ്റവാളികളെ കണ്ടെത്തി നിയമാനുസരണം അവർക്ക് ശിക്ഷ നൽകുക തന്നെ ചെയ്യും. കേരളത്തിലെ സർക്കാരിന് ഇവിടെ ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഒളിച്ചു വയ്ക്കാനോ ആരെയെങ്കിലും രക്ഷിക്കാനോ അല്ല വസ്തുതാവിരുദ്ധമായി എന്തെങ്കിലും കാര്യങ്ങൾ പ്രചരിപ്പിക്കാനോ ഒന്നും ആഗ്രഹമില്ല. ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ പറയട്ടെ, നമ്മുടെ നാട്ടിലെ ചില ചങ്ങാതിമാർ അതിന് രാഷ്ട്രീയമായ കൃത്യമായ ലക്ഷ്യങ്ങളുണ്ട്. ഇപ്പോൾ എൻ്റെ ഭാഷയിലൊക്കെ പറഞ്ഞാൽ അതിന് ഈ ഗൂഢമായ ലക്ഷ്യങ്ങൾ, രാഷ്ട്രീയമായ ദുരുദ്ദേശങ്ങൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാരണം എനിക്ക് രാഷ്ട്രീയമുണ്ട് എന്നുള്ളത് കൊണ്ട് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് മാർച്ച് നടത്തുക, മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണം. ദേവസ്വം വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് സഖാവ് വാസവനായതുകൊണ്ട് വാസവൻ രാജിവെക്കണം. ഇന്നത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് PS പ്രശാന്ത് ആയതുകൊണ്ട് ദേവസ്വം ആസ്ഥാന മന്ദിരത്തിലേക്ക് തിരുവനന്തപുരത്ത് മാർച്ച് നടത്തി, അതുകൊണ്ട് പ്രശാന്ത് രാജിവെക്കണം. ഇങ്ങനെയാണ്. അപ്പം നമ്മൾ ഇത്തരം കാര്യങ്ങളെല്ലാം ഈ പറയുന്ന രാഷ്ട്രീയമായി അത്തരത്തിലുള്ള ഉദ്ദേശത്തോടുകൂടി ചില ആളുകൾ നടത്തുമ്പോൾ ഈ ശബരിമലയിലെ സ്വർണ്ണത്തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് പ്രതികളായിട്ടുള്ള സർവശ്രീ ഉണ്ണികൃഷ്ണൻ പോറ്റി, ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരായിരുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു, ശ്രീമതി S ജയശ്രീ, KS ബൈജു, RG രാധാകൃഷ്ണൻ, D സുധീഷ് കുമാർ, VS രാജേന്ദ്ര പ്രസാദ്, K സുനിൽകുമാർ, S ശ്രീകുമാർ, K രാജേന്ദ്രൻ നായർ മുതലായവരുടേതായ വീടുകളിലേക്കൊന്നും മാർച്ചൊന്നും നടത്തേണ്ടതില്ലയോ? അല്ല, അവരെ പറ്റിയൊന്നും കമാന്നൊരക്ഷരം ഉരിയാടാൻ പാടില്ല എന്നുണ്ടോ? എന്തേ ഒന്നും മിണ്ടുന്നില്ല. ഞാൻ ആരുടെയും ഈ വീട്ടിലേക്ക് മാർച്ച് നടത്തുന്നത് ആരുടെയെങ്കിലും ഒരു സ്വകാര്യ വസ്തുവിലേക്ക് അല്ല, അവരുടെ ഈ സ്വകാര്യ ഭവനത്തിലേക്ക് അങ്ങനെയെല്ലാം പോകുന്നതിനോട് എനിക്ക് യോജിപ്പൊന്നുമില്ല. പക്ഷേ എന്താ ഇവിടെ ചില കാര്യങ്ങൾ മറച്ചു വയ്ക്കാനായി ചില ആളുകൾക്ക് വല്ലാത്ത വ്യഗ്രതയുണ്ട്. എൻ്റെ മുന്നിൽ കഴിഞ്ഞ 3-4 ദിവസത്തെ ഏതാണ്ട് എല്ലാ പത്രങ്ങളും ഇവിടെയുണ്ട്. ഞാൻ ഈ സ്റ്റുഡിയോയിലേക്ക് വന്നപ്പോൾ എടുത്തുകൊണ്ട് വന്നതാണ്. ഞാൻ ദേശാഭിമാനി വായിക്കുന്നില്ല. ദേശാഭിമാനി വായിച്ചാൽ ഒരുപക്ഷെ ഇത് കാണുന്നവരായിട്ടുള്ള ഇടതുപക്ഷ വിരുദ്ധരായിട്ടുള്ള ചില ആളുകൾക്കെങ്കിലും അത് സമ്പത്ത് ദേശാഭിമാനി ആയതുകൊണ്ടല്ലേ പറഞ്ഞത്. മാതൃഭൂമി ദിനപത്രം 11 ഒക്ടോബർ മാസം 2025 ശനിയാഴ്ച 1201 ആണ്ട് മലയാള മാസം കന്നിമാസം 25, 1201 മലയാള വർഷം കന്നിമാസം 25, ഇന്നലത്തേതാണ്. 1-ാമത്തെ പേജിലെ പ്രധാനപ്പെട്ട വാർത്തയിൽ ആ പത്രം ഇങ്ങനെ പറയുകയാണ്. ഇത് റിപ്പോർട്ടാണ്, ആരുടെയും അഭിപ്രായ പ്രകടനമല്ല. വാതിൽപ്പടിയിലെ സ്വർണം നഷ്ടമായതടക്കം ADGP H വെങ്കടേഷിൻ്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കണം. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവാണിത്. ഹൈക്കോടതിയുടെ വിമർശനങ്ങളിൽ ഹൈക്കോടതി പറയുന്നതായിട്ടുള്ള ചില കാര്യങ്ങൾ ഞാനങ്ങ് വായിച്ചു പോകാം. ഇതിൽ വേറെ തർക്കമില്ല. ഇതൊരു കണ്ടംപ്റ്റ് ഓഫ് കോർട്ടിൻ്റേതായിട്ടുള്ള കാര്യമൊന്നുമല്ലോ. ഡോക്ടർ ലാൽ അങ്ങനെ പേടിക്കുകയും വേണ്ട. വാതിൽപ്പടികളിലെ സ്വർണ്ണപ്പാളികൾ ചെമ്പുപാളികളെന്ന പേരിൽ കൈമാറിയ മഹസർ 2019 മെയ് 18 തയ്യാറാക്കിയത്. ഇതിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു, തന്ത്രി, മേൽശാന്തി, മറ്റ് ദേവസ്വം ഉദ്യോഗസ്ഥർ തുടങ്ങിയവരൊക്കെ ഒപ്പിട്ടിട്ടുണ്ട്. സ്വർണം പൂശാനായി സ്മാർട്ട് ക്രിയേഷൻസിന് നൽകേണ്ട തുകയും സ്വർണമായിട്ടാണ് നൽകിയത്. 109.243 ഗ്രാം സ്വർണമാണ് നൽകിയത്. സ്പോൺസർ എന്ന് പറഞ്ഞെത്തിയ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതിനുള്ള പണം പോലും കയ്യിൽ നിന്ന് നൽകിയില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയതായി പറയുന്നത് ആകെ 3 ഗ്രാം സ്വർണമാണ്.
യഥാർത്ഥത്തിൽ 3 ഗ്രാം സ്വർണം മുടക്കി 474.9 ഗ്രാം സ്വർണം തട്ടിയെടുത്തെന്ന് വേണം കരുതാൻ. അരക്കോടിയിലധികം രൂപ വരും. ഇതൊരു ഇടതുപക്ഷ അനുഭാവമുള്ള ഒരു പത്രത്തിൻ്റേതായ വാർത്തയല്ല ഹൈക്കോടതിയിൽ നിന്ന് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്.